ഹേ ഗായ്സ്, ഇന്നലെ ഇരുന്നിട്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പ് വന്ന്. അപ്പോൾ അതാ ഒരുപാട് വിഭവങ്ങൾ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. കാക്കുൻ്റെ കെഫീലിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അങ്ങനെ തന്നതാണ് കേട്ടോ ഇതൊക്കെ. നോമ്പ് തുറക്കാൻ ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിട്ടായിരിക്കൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ സാധനങ്ങളും അവർക്ക് കിട്ടിയ സാധനങ്ങളും എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടാട്ടോ നോമ്പ് തുറക്കൽ. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ഉണ്ടാവൽ. നോമ്പിന് ഇവിടെ അധികം ആൾക്കാരും ഇതാ ചോറൊക്കെ കൊടുക്കൂട്ടാ. മന്തിയാണ് അധികം ഉണ്ടാവല്. കാക്കുൻ്റെ കെഫീലിൻ്റെ വീട്ടിൽ നിന്നും അതേപോലെ ഒരുപാട് പേർക്ക് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കുള്ള ചോറും അങ്ങനെ കിട്ടും. മന്തി റൈസും ഒരു പീസും പിന്നെ ഒരു സമൂസ ഉണ്ടാവും കേട്ടോ. നോമ്പ് തുറക്കാൻ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പെട്ടതാണ് ഈ ചെറിയ 2 പിസ്സ. രണ്ട് ടൈപ്പാണ് കേട്ടോ. രണ്ട് വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അതിന് പുറമെ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിന് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ കട്ട്ലറ്റാണ്. ഇത് അവർ തന്ന സമൂസയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ ഒരു ഇല ഉണ്ട് കേട്ടോ, ഷിപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതും ക്യാരറ്റും ചിക്കനും കൂടി ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതും സെയിം സാധനം തന്നെയാണ് കേട്ടോ, പക്ഷേ ഇത് പൊരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇവിടെ അധികം ബേക്ക് ചെയ്ത സാധനങ്ങളാട്ടുണ്ടാവില്ല, പൊരിച്ചതൊക്കെ കുറവാണ്. നമ്മളെ നാട്ടിലൊക്കെ തരിക്കഞ്ഞി ഉണ്ടാക്കൂലേ, അതുപോലെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ ഈ ഷോർബ. ഇത് ചിക്കനും മട്ടനും ഉണ്ട് കേട്ടോ. രണ്ട് ഫ്ലേവറാണ്. അടിപൊളി സാധനം കേട്ടോ.